ഇത്രയും നമ്മൾ എന്തുമാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ വചനം, യേശു. അത് മാത്രമേ എന്നെ രക്ഷയിലേക്ക് നയിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് 47-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവർത്തനം 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, സോ ദ ലോർഡ് ഹാസ് കമാൻഡഡ് അസ്. ഹി ഹാസ് കമാൻഡഡ്. ദൈവം ഒരു ശുപാർശയല്ല, റെക്കമെൻഡേഷൻ അല്ല. ഹി ഹാസ് കമാൻഡഡ് അസ്. I have set you as a light to the Gentiles, that you should be my salvation to the ends of the world. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ അവിടെ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ പ്രഘോഷിച്ചാൽ അത് ശരിയാവൂല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. എഫിഷ്യൻസ് 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, pray unceasingly in the spirit, that when I open my mouth I may speak with boldness the mystery of the gospel of Christ എന്നാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പോലും ശക്തിയിൽ പ്രഘോഷിക്കുവാനുള്ള ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. മനുഷ്യൻ പലപ്പോഴും വിചാരിക്കും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ ഞാൻ അവരുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുവോ, അവരുടെ വിചാരങ്ങളെ അല്ലെ ചിന്തകളെ അവർക്ക് ഒരു വിഷമം ഉണ്ടാക്കുവോ, അല്ലെങ്കിൽ ഒരു ഇടർച്ച ഉണ്ടാക്കുവോ എന്നൊക്കെ പേടിച്ച് ഭയന്ന് പ്രസംഗിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രസംഗിക്കാതെ ദൈവരാജ്യം സ്ഥാപിതമാകുകയില്ല. കാരണം എന്താണ്? നമുക്കറിയാം, യോഹന്നാൻ മന്ദ അവിടുത്തെ കുറേ ഫരിസ്യരൊക്കെ വന്നപ്പോൾ എന്താ പറഞ്ഞത്? അണലി സന്തതികളെ എന്നൊക്കെ പറഞ്ഞ. അപ്പോഴാണ് അവർ എഴുന്നേൽക്കുന്നത്, കണ്ണു തുറക്കുന്നത്, അണലി സന്തതികളെ എന്ന്. അങ്ങനെ യു നീഡ് സം ഷോക്ക് ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോഴേ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. സോ there was a command that we should be the light to the Gentiles, and you should bring the salvation to the ends of the world. അതുകൊണ്ടാണ് 48-ാം ഒന്ന് വായിക്കാമോ? അല്ലെങ്കിൽ ഞാൻ 48 വായിക്കാം. Now when the Gentiles heard this, see, അപ്പം നമ്മൾ മനസ്സിലാക്കണം, 46-ാമത്തെ വചനത്തിൽ എന്താ നമ്മൾ കേട്ടത്? സിൻസ് യു റിജക്റ്റ് ഇറ്റ്, നിങ്ങളത് നിഷേധിച്ചതുകൊണ്ട് ഞങ്ങൾ വിജാതിയരുടെ പോയി. 48 പറയുന്നത് ഇങ്ങനെയാണ്, Now when the Gentiles heard this, they were glad and they glorified God, the word of the Lord, and as many as had been appointed to eternal life believed. ഒന്ന് വായിക്കാമോ? കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, ഭൂമിയുടെ അതിർത്തികൾ വരെയും രക്ഷ പ്രാപിക്കുന്നതിന് വിജാതിയർക്ക് ഒരു ദീപമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷഭരിതരായി കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു. നിത്യജീവനും നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ അപ്പോൾ മനസ്സിലാക്കണം, അവിടെ വളരെ വ്യക്തമായിട്ട് വരുന്നത്, and as many appointed to eternal life believed. എന്തിൽ വിശ്വസിച്ചു? കെട്ടത കഥയിൽ വിശ്വസിച്ചു അല്ലേ? നിയമത്തിൽ വിശ്വസിച്ചു അല്ലേ? അല്ല, യേശു ക്രിസ്തു എന്ന വചനത്തിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, I am really shocked. How can a person say that it is a dangerous thing to believe that Jesus Christ and the Bible alone is enough? How can he say that? ഒന്നെങ്കിൽ ആ വ്യക്തിയുടെ ടോട്ടൽ ഇഗ്നറൻസ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹീസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഈസ് ആക്ടിങ് ആസ് എ ആന്റി ക്രൈസ്റ്റ്. ഏതെങ്കിലും ഒന്ന്. കാരണം രക്ഷയുടെ പാത അത് ശരിയല്ല എന്ന് പറയുക. So, we have a right, we have an obligation to be a light to the Gentiles. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ആ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടുവാനുള്ള ഒരു കടമയുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു കേട്ടതല്ലേ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, നമ്മൾ കാവൽക്കാരാണ്. ഇവിടെ ആരൊക്കെയുണ്ട് കാവൽക്കാർ? രക്ഷപ്പെട്ടവരെല്ലാം കാവൽക്കാരാണ് പ്രിയപ്പെട്ടവരെ. ആൻഡ് കാവൽക്കാരെന്ന നേരത്തിൽ ആ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുടെ രക്തത്തിന് കണക്ക് കൊടുക്കേണ്ടവരാണ്. മനുഷ്യരുടെ അഭിപ്രായമോ അവരുടെ പ്രീതി തേടി നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നല്ല പേര് കിട്ടും, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അംഗീകാരം കിട്ടുകയില്ല. നമ്മൾ ആരുടെ അംഗീകാരമാണ് തേടേണ്ടത്? യേശു ക്രിസ്തുവിൻ്റെ അംഗീകാരം. We must seek the approval of God and not of man. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ആ എന്തുമാത്രം വലിയൊരു ദൗത്യമാണ് ദൈവം നമുക്ക് ഓരോരുത്തരുടെയും കയ്യിൽ തന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് ലൈഫ്. നമ്മൾ പലവർക്കും ഉണ്ടല്ലോ, നല്ല വ്യക്തി എന്ന് പറയുമ്പോൾ പല റെക്കമെൻഡേഷൻ ചെയ്യാൻ തോന്നും. ഒരു വ്യക്തി എന്ന് പറയുകയാണ്, ഒരു ശുപാർശ, അവിടെ ഒരു ജോലി കിട്ടാൻ എന്നെ സഹായിക്കോ. എന്ത് സന്തോഷത്തോടെയാണ് നമ്മൾ
റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ റെക്കമെൻഡേഷൻ. പ്രിയപ്പെട്ടവർ, അതിനേക്കാളൊക്കെ വലിയ റെക്കമെൻഡേഷനാണ് നിത്യജീവനിലേക്കുള്ള ഒരു റെക്കമെൻഡേഷൻ. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതായിരിക്കണം, മറ്റുള്ളവരെ യേശു ആകുന്ന ആ രക്ഷകനെയും ജീവനെയും ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, സങ്കീർത്തനം 98:3 പറയുന്നത്, ഹി ഹാസ് റിമെമ്പേർഡ് ഹിസ് മെർസി ആൻഡ് ഹിസ് ഫെയ്ത്ത്ഫുൾനെസ് ടു ദ ഹൗസ് ഓഫ് ഇസ്രായേൽ. നമുക്കറിയാം ദൈവത്തിൻ്റെ ആ കൃപ, ആ കാരുണ്യം എപ്പോഴും നിലനിൽക്കുന്നതാണ്. അത് കാരുണ്യം എങ്ങനെയാണ്? മറ്റുള്ളവരെ നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറയണം. അല്ലാതെ ഇടി വെട്ടുന്നത് പോലെ അല്ല യേശുക്രിസ്തു ഒരാളുടെ തലയിൽ വന്ന് വീഴുന്നത്. ഹലോ, അത് ചിലപ്പോൾ പൗലോസ് അപ്പോസ്തലനും അങ്ങനെയുള്ള വളരെ ചുരുക്കം വ്യക്തികൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ, ഇടി വെട്ടുന്നത് പോലെ. പക്ഷേ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ വെളിച്ചമാകുന്ന യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഒരു കടമയുണ്ട്. അത് ദൈവം നമ്മൾക്കൊരു കൃപ തരും, അയാൾക്കൊരു മേഴ്സി ദയ. നമ്മൾക്കൊരു കൃപ തരും മറ്റുള്ളവർക്ക് കൊടുക്കാനും, അവർക്കൊരു ദൈവത്തിൻ്റെ ദയ അത് സ്വീകരിക്കുവാൻ, അനുകമ്പം, ദൈവത്തിൻ്റെ അനുകമ്പം. This compassion and mercy of Christ will be upon them to receive the word with joy. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ദൗത്യം ഒരിക്കലും അത് നിസ്സാരമായിട്ട് എടുക്കരുത്. കാരണം ദൈവം നമുക്കറിയാം കരുണയുള്ളവനാണ്, ദയയുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്. ഈസ് എ ഗോഡ് ഓഫ് ടെൻഡർ mercies, loving kindness. പക്ഷെ അവനെ നമ്മൾ നിഷേധിച്ചാൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നേരെ തിരിച്ച് അവൻ്റെ ക്രോധത്തിന് നമ്മൾ will be under his wrath. Hallelujah. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴും ദൈവം വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്. നമുക്ക് ഓരോരുത്തർക്കുമുള്ള ദൗത്യം ഇതാണ്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ദൈവം സ്നേഹമാണ്. നമ്മൾ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും സ്നേഹമായ ദൈവം നമ്മളെ തിരിച്ച് എടുക്കും എന്നുള്ള ആ ഒരു പ്രത്യാശ നമ്മൾ കൊടുക്കണം. പലപ്പോഴും സാത്താൻ പ്രത്യാശയില്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും. എന്നിട്ട് അവൻ പിന്നെ അകന്നകന്നകന്ന് പോവുകയാണ്. എപ്പോഴും നമ്മൾ ആ ധൂർത്തപുത്രനെ കാത്തു നിൽക്കുന്ന പിതാവിൻ്റെ ആ ഉപമ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. തിരിച്ച് ഒരു വേലക്കാരനായിട്ടല്ല, അങ്ങനെയാണ് അവൻ ആഗ്രഹിച്ചത്. പക്ഷെ അങ്ങനെയല്ല പിതാവ് ആഗ്രഹിച്ച്. പിതാവ് അവനെ പഴയ സ്ഥാനത്ത് തന്നെ പുനർസ്ഥാപിക്കുവാനാണ്. ഹി വാണ്ടഡ് ടു റിസ്റ്റോർ ഹിം ടു ഹിസ് ഒറിജിനൽ പൊസിഷൻ ബിക്കോസ് ഓഫ് ഹിസ് ലവ്. പിന്നെ ഐസയ പ്രവാചകന്റെ പുസ്തകം 59-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം പറയുന്നത്, ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് ഇസ് നോട്ട് ഷോർട്ടൻഡ്. അവൻ്റെ കഴിവുകൾക്ക് ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഐസയ പ്രവാചകൻ 59-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ആമേൻ. കാരണം എന്താണ്? നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവനെ കാണാനും കേൾക്കുവാനും ഒക്കെ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പറയുന്നത്, എനിക്ക് കാണണം, എനിക്ക് തൊടണം, എനിക്ക് അനുഭവിക്കണം എന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളുടെ ക്ഷേമത്തിൽ താല്പര്യമുള്ള ദൈവമാണ്. അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, the arm of the Lord is not shortened that he cannot save you. He can save you. പക്ഷെ നമ്മൾ ഒരു തീരുമാനമെടുത്തിട്ട് ആ യേശുവിലേക്ക് തിരികെ വരണം. അപ്പോഴാണ് നമുക്ക് ആ രക്ഷയുടെ അനുഭവം ഉണ്ടാകുക. അതുപോലെ തന്നെ ഐസയ പ്രവാചകൻ 55-ാമത്തെ അധ്യായം 6-7 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട്, seek the Lord while he may be found. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. ഹല്ലേലൂയ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമുക്ക് സമീപസ്ഥനാണ്. ഹി ഈസ് നിയർ ടു അസ്. ഈ രക്ഷ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. അതാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ദൗത്യം. പിന്നെയും റോമാർക്കുള്ള ലേഖനം 10-ാമത്തെ അധ്യായം 13 നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. He who calls upon the name of the Lord will be saved. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഇതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് രാവിലെ എൻ്റെ അമ്മയുടെ ബ്രദർ മരിച്ചു. പക്ഷേ എനിക്ക് പേഴ്സണലി ഐ ഫീൽ സോ സാറ്റിസ്ഫൈഡ് ദാറ്റ് പല അവസരങ്ങളിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അങ്കിളിനെ കാണാൻ പോകാനുള്ള അവസരം കിട്ടി. അങ്കിളിൻ്റെ കൈയൊക്കെ പിടിച്ച്, അധികമൊന്നും പറയാൻ പറ്റിയിട്ടില്ല, 1-2 വാക്കുകൾ മാത്രം. അപ്പോൾ അങ്കിളിനെ കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ പിന്നെ പറയായിരുന്നു, യേശു എൻ്റെ രക്ഷകൻ,
യേശു എൻ്റെ നാഥൻ, യേശു എൻ്റെ കർത്താവ്. പിന്നെ ഞാൻ ചോദിക്കായിരുന്നു, ജാജാ ഞാൻ എന്താ പറഞ്ഞത്? അപ്പോൾ പറയും യേശു എൻ്റെ രക്ഷകൻ. So I'm so confident that if the word of God is true, he is with Jesus today. Because the word of God says in the book of Romans chapter 10 verse 13, whoever calls on the name of the Lord shall be saved. He is called upon the name of the Lord. വേറെ വലിയ പുണ്യപ്രവർത്തികൾ, he was a very nice man. പുണ്യപ്രവർത്തി ഒന്നും ചെയ്യണ്ട. All you have to do is call on the name of the Lord Jesus. So I'm so happy that അപ്പോൾ വേർപാടിൽ എല്ലാവർക്കും സങ്കടമുണ്ട്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് സങ്കടമുണ്ട്. പക്ഷെ അതിനെ മറികടന്നൊരു സന്തോഷമുണ്ട്. ആ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ കൂടെയാണ്. ബിക്കോസ് യേശുവിൻ്റെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചവരെല്ലാം രക്ഷ പ്രാപിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 13-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം പറയുന്നുണ്ട്, exhort one another daily while it is called today. ഇന്ന് എന്ന് വിളിക്കുന്ന ഒരു ദിവസമുള്ളപ്പോൾ, സിസ്റ്റർ ഒന്ന് വായിക്കോ, ഹീബ്രൂസ് 3:13. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കുവാനാണ്. അപ്പൊ ഇന്ന് എന്നുള്ള ദിവസം ഉള്ളതോളം കാലം മാത്രമേ ഇത് പറ്റുകയുള്ളൂ. ഇവിടെ പലവർക്കും നാളെ എന്നുള്ള ദിവസം, ഇന്നെന്നുള്ള ദിവസം നാളെ കാണുകയില്ല. അപ്പോൾ ഡോണ്ട് വേസ്റ്റ് ടൈം. സമയം പാഴാക്കാതെ ആ യേശുവിനെ നമ്മളുടെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുക. ഐസയ പ്രവചന പുസ്തകം 9-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം ഇങ്ങനെയും പറയുന്നു, The people who walked in darkness have seen a great light. Those who dwelt in the land of the shadow of death, upon them a light has shined. അതിന് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ പാരലായിട്ടൊരു വചനമുണ്ട്. സങ്കീർത്തനം 23-ാമത്തെ അധ്യായം 4-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അല്ലേ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വാരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം നീ എൻ്റെ കൂടെ ഉള്ളതിനാൽ. മനസ്സിലാക്കണം. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആരൊക്കെ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. ദ പ്രസൻസ് ഓഫ് ഗോഡ്, അത് മാത്രം മതി പ്രിയപ്പെട്ടത്. നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഇച്ചിരി മോശമായിരിക്കും, പ്രയാസങ്ങളുണ്ടായിരിക്കും, ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പീഡനങ്ങളുണ്ടായിരിക്കും. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് വിജയം തരുന്ന ദൈവത്തിനൊരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. പ്രയാസമില്ലാത്തവരൊന്നുമില്ല. എത്ര ധനവാനാണേലും അവൻ്റേതായ ലെവലിൽ പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. മനസ്സിന് അവർ എന്തുമാത്രം ധനം കൂടുന്നു അത്രയും പ്രയാസമാണ്. കാരണം ആ ധനം സൂക്ഷിക്കണ്ടേ അല്ലേ? ധനമൊന്നുമില്ലെങ്കിൽ നല്ല സുഖമായിട്ട് നടക്കാമല്ലോ. ഹല്ലേലൂയ. അപ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിരാശ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് അതിനെയൊക്കെ വിജയം തരുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ മതി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ വെളിച്ചം, എവിടെയാണ് വെളിച്ചം നമ്മൾ കാണുന്നത്? എങ്ങനെയാണ് വെളിച്ചം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുക? ആ വെളിച്ചം എങ്ങനെയാണ് സ്വന്തമാക്കാൻ പറ്റുക? ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 119 105-ാമത്തെ വചനം പറയുന്നുണ്ട്, നിന്റെ വചനം എൻ്റെ പാതയ്ക്ക് ഒരു വിളക്കും പാതയിൽ ഒരു പ്രകാശവുമാണ്. Your word is a lamp unto my feet and a light unto my path. ദൈവത്തിൻ്റെ വെളിച്ചമുണ്ടെങ്കിൽ ആ വെളിച്ചത്തിൽ നമുക്ക് നടന്നാൽ മതി. നമ്മൾ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 15-ാമത്തെ വചനത്തിൽ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, നോട്ട് ഡു ദേ ലൈറ്റ് എ ലാമ്പ്. നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങൾ, നമ്മൾ യേശുവിനെ ഞാൻ സ്വന്തമാക്കി, യേശുവാണ് എന്നിൽ ജീവിക്കുന്നത്, യേശുവിൻ്റെ ആത്മാവ് എന്നിലുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും യേശു ആകുന്ന ആ വിളക്ക് നമ്മളിലുണ്ടെങ്കിൽ, യേശു ആകുന്ന ആ വെളിച്ചം നമ്മളിൽ നിന്ന് പുറത്തു വരണം അല്ലേ? ഹലോ, യേശു ആകുന്ന വിളക്ക് നമ്മളിലുണ്ട് എന്ന് പറയുന്ന വ്യക്തികളിൽ നിന്ന് യേശു ആകുന്ന വെളിച്ചം പുറത്തു വരണം. അതുകൊണ്ടാണ് പറയുന്നത്, നോട്ട് ഡു ദേ ലൈറ്റ് എ ലാമ്പ് ആൻഡ് പുട്ട് ഇറ്റ് അണ്ടർ എ ബാസ്ക്കറ്റ് but on a lampstand, and it gives light to all who are in the house. Let your light shine before men, that they may see your good works and glorify your Father in heaven. No, I guess. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. 16 ഒന്നുകൂടെ വായിക്കോ.
അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ നിങ്ങളുടെ ആ നിങ്ങളുടെ പിതാവ് എന്ന് പറയും. അപ്പം വേറൊരു വ്യക്തി നിങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പം എൻ്റെ പിതാവ്. ഇതെന്തുമാത്രം ഇടർച്ച കൊണ്ടിരുന്നറിയോ? ഇത് ഇടർച്ച കൊണ്ടിരുന്നതാണ്. പിതാവിനെ, അബ്ബാ പിതാവിനെ എൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടിരും? ഇടർച്ച. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലോട്ട് പോവാം. 5-ാമത്തെ അധ്യായം 17-18 വചനങ്ങൾ. യോഹന്നാൻ 5-ാമത്തെ അധ്യായം 17-18 ഞാനൊന്ന് വായിക്കാം. But Jesus answered them, My Father has been working until now, and I have been working. Therefore, the Jews sought all the more to kill him, because he not only broke the Sabbath, but also said that God was his father, making himself equal with God. അപ്പം യേശു ക്രിസ്തു പിതാവ് ആയ ദൈവം യേശുവിൻ്റെ പിതാവാണ് എന്ന് പറഞ്ഞത് അവരുടെ യഹൂദരുടെ ഇടയിൽ എന്ത് സംഭവിച്ചു? ഇടർച്ച കൊണ്ട് എന്ത് സംഭവിച്ചു? യേശുവിനെ കൊല്ലുവാൻ, വധിക്കുവാനായിട്ട് ശ്രമിച്ചു. വായിച്ചേ. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കുവാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. ഇവിടെ ആർക്കൊക്കെ അബ്ബാ പിതാവ് അവരുടെ പിതാവാണ്? അപ്പോൾ യഹൂദര് നിങ്ങളെ കൊല്ലാൻ നോക്കുമോ? ഹലോ, യഹൂദര് കൊല്ലാൻ നോക്കും. ഇടർച്ച ഉണ്ടാകും. കാരണം നിത്യജീവൻ, യോഹന്നാൻ 17:3 പറയുന്നത് ഏകസത്യ ദൈവത്തെയും അവനയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്ന് പറയുന്നത് ബന്ധം. പിതാവും മകനുമായിട്ട് ബന്ധമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എന്ന് നിങ്ങൾ അബ്ബാ പിതാവ് നിങ്ങളുടെ പിതാവ് ആണ് എന്ന് ഏറ്റു പറയുമ്പോൾ അവിടെ ഇടർച്ചയുണ്ടാകും, നിങ്ങളെ കൊല്ലാൻ നോക്കും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതാണ് യേശുവായിട്ട് വ്യക്തിപരമായി, പിതാവുമായിട്ട് വ്യക്തിപരമായ സ്നേഹബന്ധമുള്ള വ്യക്തികളോട് ലോകത്തിന് ഉള്ള ദേഷ്യം. ലോകം കൊല്ലുവാൻ നോക്കും. ഈ ലോകമെന്ന് പറയുമ്പോൾ യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ലാത്തതെല്ലാം ലോകമാണ്. അവർ ഏത് കുപ്പായം ഇടുന്നതെന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഏത് സ്ഥാനമല്ലെങ്കിൽ ഏത് ഡിഗ്രിയിലാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഏത് സഭയിലാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ യേശു ക്രിസ്തുവിനെ ഉയർത്തി പറയാത്തവന് ലോകമാണ്. കാരണം യാക്കോബ് 4:4 പറയുന്നുണ്ട്, 2 തരത്തിലുള്ള ഇതുണ്ട്. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. അപ്പോൾ നമ്മൾ യേശുവിനെ ഉയർത്തുന്നില്ലെങ്കിൽ അത് ദൈവത്തോടുള്ള ശത്രുതയും ലോകത്തോടുള്ള മൈത്രിയുമാണ്, അല്ലേ? ദൈവത്തിൻ്റെ വചനം മാത്രം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം പോരാ രക്ഷയ്ക്ക് എന്ന് പറയുന്നത് ലോകത്തോടുള്ള മൈത്രിയും ദൈവത്തോടുള്ള ശത്രുതയുമാണ്. That is the spirit of the Antichrist. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ ഉയർത്താത്തത് എല്ലാം ആൻറ്റിക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റാണ്. ആൻറ്റിക്രൈസ്റ്റ് അല്ല, ദ സ്പിരിറ്റ് ഓഫ് ദി ആൻറ്റിക്രൈസ്റ്റ്. നമ്മൾ മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന കാലം വളരെ ഒരു ഇറ്റ്സ് എ ഡേഞ്ചറസ് പീരീഡ്. സാത്താൻ്റെ പ്രവൃത്തികൾ, കാരണം അവസാന കാലമാകുമ്പോഴാണല്ലോ നമ്മളറിയാമല്ലോ ഈ ഫുട്ബോൾ മത്സരമൊക്കെ 85-ാമത്തെ മിനിറ്റ് 86-ാമത്തെ മിനിറ്റൊക്കെ ആകുമ്പോൾ എന്താണ് പറ്റുക? ക്രൂഷ്യലാകുമ്പോൾ എന്താ? ഫൗളിങ് കൂടും. ഹലോ, ആദ്യമൊക്കെ നല്ല മാന്യരായിട്ട് കളിക്കും, അല്ലേ? ഹലോ, കാരണം യെല്ലോ കാർഡ് അപ്പം കിട്ടിയാൽ പുറത്താകും, റെഡ് കാർഡ് കിട്ടിയാൽ പുറത്താകും. പക്ഷേ 85-ാമത്തെ മിനിറ്റ് ആകുമ്പോൾ പിന്നെ ഇറ്റ് ഇസ് എ ഫ്രീ ഫോർ ഓൾ, അല്ലേ? ഫൗളിങ് കൂടും, അല്ലേ ബ്രദറെ? അവസാന കാലമാവുമ്പോൾ ഫൗളിങ് കൂടും, സാത്താൻ്റെ പ്രവൃത്തികളുടെ ആ ഫോഴ്സ് കൂടും. ആർ യു വിത്ത് മീ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ദൈവം ഈ അന്ധകാരത്തിന് വിളിച്ചിരിക്കുന്നത് യേശുവിൻ്റെ മഹത്വം പ്രഘോഷിക്കുവാനാണ്. ടു പ്രൊക്ലെയിം ജീസസ് ക്രൈസ്റ്റ്. അതാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ദൗത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 9-10 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത്, ദാറ്റ് വാസ് എ ട്രൂ ലൈറ്റ് വിച്ച് ഗിവ്സ് ലൈറ്റ് ടു എവറി മാൻ കമ്മിങ് ഇൻ ടു ദ വേൾഡ്, ബട്ട് ദ വേൾഡ് റിജക്ട്സ് ദറ്റ് ലൈറ്റ്, അല്ലേ? യോഹന്നാൻ 1:9.
എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അപ്പം ഈ ലോകം യേശുക്രിസ്തുവിനെ തേടുവാൻ ഒരു താല്പര്യവും കാണിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, കൊട്ടേഷൻ ഇപ്പോൾ ഓർക്കുന്നില്ല, ഗോഡ് ഈസ് ഇൻ നൺ ഓഫ് ഹിസ് തോട്ട്സ് എന്നാ പറയുന്നത്. അവൻ്റെ ചിന്തകളിൽ ദൈവത്തിനൊരു സ്ഥാനമേ ഇല്ല. കാരണം ഒന്നാമതേ അവന് ദൈവം ആരാണെന്ന് അറിയില്ല, അത് യേശുവിനെ അറിയുവാനായിട്ടൊരു താല്പര്യവും കാണിക്കുന്നില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത്, ആ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട്, ടു റിവീൽ ദ ഗ്ലോറി ഓഫ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ അങ്ങനെ ദൈവം നമ്മൾക്ക് ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പുണ്ട്. എന്താണ് ഒരു തെരഞ്ഞെടുപ്പ്? പ്രത്യേക തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ രക്ഷയുടെ സദ്വാർത്ത മറ്റെല്ലാവരെയും അറിയിക്കുവാൻ. കാലം തീരാറായി. ദ നീഡ്, അതല്ലേ നേരത്തെ പറഞ്ഞേ, it was necessary എന്നാണ് പറയുന്നത്. And they said it was necessary that the word of God should be spoken. It was necessary. ഒരു വലിയൊരു ഒരു അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത് ദൈവത്തിൻ്റെ വചനം സംസാരിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ്, വിഷയം ഇതാണ്. ദൈവം നമുക്ക് പല ശുശ്രൂഷകളും തന്നിട്ടുണ്ട്. അത് വിശ്വസ്തയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മുകളിലും ആ വചനങ്ങൾ കേൾക്കുന്ന നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്ന ആ വ്യക്തികളുടെ മുകളിലും വരുവാൻ. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രനിലേക്ക് വരുവാൻ പറ്റുകയില്ല. അപ്പോൾ പിതാവിൻ്റെ ആകർഷണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദാറ്റ് ദ ഹാൻഡ് ഓഫ് ഗോഡ്, ദാറ്റ് ദ മെർസി ഓഫ് ഗോഡ് വിൽ ബി സ്ട്രെച്ച്ഡ് ഔട്ട് ടു ഓൾ ദ പീപ്പിൾ. അങ്ങനെ അനേക ജനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ആ കർത്തൃത്വത്തിൻ്റെ അന്നത്തെ ലോർഡ്ഷിപ്പിൻ്റെ കീഴെ വരുവാനായിട്ട്.